ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ സോളാർ സിസ്റ്റത്തിനെ കുറിച്ചാണ്. സോളാർ സിസ്റ്റത്തിനകത്ത് ഒരുപാട് കണക്കിന് ഗ്രഹങ്ങളുണ്ട്. 8 ഗ്രഹങ്ങളാണ്. അത് 8 ഗ്രഹങ്ങളാണ്. ആ ഗ്രഹങ്ങൾ എന്തെല്ലാം ഞാൻ പറഞ്ഞുതരാം. സൂര്യനാണ് നമ്മുടെ ഇടയ്ക്കിരിക്കുന്ന ഒരു സ്റ്റാർ. ആ സ്റ്റാറിൻ്റെ ഇടയിൽ എർത്ത് ഒരു ഒന്നാമത്തെ ഗ്രഹം, മെർക്കുറി, വീനസ്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നിവയെല്ലാം ഓരോ ഗ്രഹങ്ങളാണ്. 8 ഗ്രഹങ്ങളിൽ ആവുന്ന ഒരു ഗ്രഹമാണ് ഇതൊക്കെ. അവർക്കൊക്കെ ഓരോ മൂൺസും ഓരോ സാറ്റലൈറ്റായിട്ടുള്ള മൂൺസും ഒക്കെ ഉണ്ട്. അവർ സൂര്യനിൽ നിന്നാണ് എല്ലാ വെട്ടവും എടുക്കുന്നത്. സൂര്യൻ ഒരു ഇടയ്ക്കുള്ള ഗ്രഹമാണ്. എല്ലാ ഗ്രഹങ്ങൾക്കും വെട്ടം നൽകുന്നത് സൂര്യനാണ്. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് ഈ നമ്മുടെ എർത്തിനെ കുറിച്ചാണ്. എർത്തിന് ഒരുപാട് മരങ്ങളുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എർത്തിന് ഒരു മൂണുണ്ടെന്നും നമുക്കറിയാം. അടുത്ത പറയാൻ പോകുന്നത് മെർക്കുറി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ഡയമണ്ട് മഴയാണ് വീഴുന്നത്. അവിടെ ഡയമണ്ടാണ് മഴയായിട്ട് വീഴുന്നത്. ഡയമണ്ടാണ് അവിടുത്തെ മഴ. ഓരോ ഗ്രഹങ്ങളുടെ പ്രത്യേകതയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. സാറ്റേൺ എന്ന് പറഞ്ഞ ഒരു റിങ്ങുണ്ട്. യുറാനസ് എന്ന് പറഞ്ഞാൽ തണുത്തുറഞ്ഞിരിക്കുകയാണ്. നെപ്റ്റ്യൂണും അതുപോലെ തണുത്തുറഞ്ഞിരിക്കുന്നതാണ്. പറയുവാണെങ്കിൽ അഴുണ്ട ഗ്രഹവും വഴുണ്ട ഗ്രഹവും. ഹിന്ദി പറഞ്ഞാൽ യുറാനസ്, നെപ്റ്റ്യൂൺ എന്നൊക്കെ മലയാളത്തിൽ നമ്മുടെ ഗ്രഹങ്ങൾക്ക് പേരില്ല. പക്ഷെ ഹിന്ദിയിൽ അഴുണ ഗ്രഹം, വഴുണ ഗ്രഹം, ശനി ഗ്രഹം, വ്യാഴം അതൊക്കെ മലയാളമുണ്ട്. ശനി. പക്ഷെ ശുക്രൻ എല്ലാം ഉണ്ട്. ശുക്രൻ, ബുധൻ, ചന്ദ്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. കാണിക്കാൻ പോകുന്നത് അതൊക്കെയാണ്. ഇത് നമ്മുടെ ഭൂമി, ഇത് നമ്മുടെ മെർക്കുറി, ഇത് വീനസ്, ഇത് മാർസ്, ഇത് ജൂപ്പിറ്റർ, ഇത് സാറ്റേൺ, ഇത് യുറാനസ്, ഇത് നെപ്റ്റ്യൂൺ. നമ്മുടെ സോളാർ സിസ്റ്റത്തിനകത്ത് ഒരുപാട് കണക്കിന് ഫിനോമിന വരുന്നുണ്ട്. ഫിനോമിന എന്ന് ഉദ്ദേശിക്കുന്നത് ഉൽക്ക, കോമറ്റ്, സ്റ്റാർ നമുക്ക് അല്ലെങ്കിൽ എല്ലാ ദിവസവും കാണാം. പക്ഷെ മേഘമൊക്കെ നിന്ന് തന്നെ നമുക്ക് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഉണ്ടാവും. പക്ഷെ കൊമറ്റ്, ഉൽക്ക, ആസ്ട്രോയിഡ് ഇതൊക്കെ നമുക്ക് ആസ്ട്രോയിഡ് എല്ലാ ദിവസവും നമുക്ക് സ്പേസിലോട്ട് തന്നെ കാണാം. പക്ഷേ ഈ മീറ്റിയേഴ്സും ധൂമകേതുവും ഒക്കെ, മീറ്റിയേഴ്സും കോമറ്റൊക്കെ നമുക്ക് ഇടയ്ക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കും ഗൈസ്. ഇന്നലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് S22 ഫ്യൂൾസ്. എന്നുവെച്ചാൽ എസ്റ്റിൻ്റെ ആയിട്ട് അതെല്ലാം മണ്ണിൻ്റെ അടിയിൽ പോയി അത് ഫ്യൂലാവുക. ഇന്ന് ഞാൻ പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ സോളാർ സിസ്റ്റത്തെക്കുറിച്ചാണ്. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു ഗായ്സ്. ഇന്ന് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. കമൻറ്റിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താ ചോദ്യങ്ങൾ ചോദിച്ചോ, ഞാൻ അതിന് ഉത്തരം കണ്ടുപിടിച്ച് തരാം. സത്യമായിട്ട് ഞാൻ കണ്ടുപിടിച്ച് തരാം.